യമനിലെ ഹൂതി ഭീകരർക്കെതിരെ നിർണായകവും ശക്തവുമായ സൈനിക നടപടികൾ ആരംഭിക്കാൻ കഴിഞ്ഞ ദിവസമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടത്. ഇതിന് പിന്നാലെയായിരുന്നു ഹൂതികൾക്കെതിരെ അമേരിക്ക വ്യോമാക്രമണം നടത്തിയത്. ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 53 പേർ കൊല്ലപ്പെട്ടതായും 100-ലധികം ആളുകൾക്ക് പരിക്കേറ്റതായും യമനിലെ ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യമൻ തലസ്ഥാനമായ സന, സൗദി അറേബ്യയുടെ അതിർത്തിക്കടുത്തുള്ള വിമതരുടെ ശക്തികേന്ദ്രമായ സാദ, മറ്റ് പ്രവിശ്യകളിലുമാണ് അമേരിക്ക വ്യോമാക്രമണം നടത്തിയത്. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റതിനു ശേഷം ജനുവരി മുതൽ ഹൂതികൾക്കെതിരെയുള്ള നടപടി ആരംഭിച്ചിരുന്നു. ഇസ്രയേലിനെതിരെ ഹൂതികൾ വീണ്ടും ആക്രമണം തുടങ്ങിവച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അമേരിക്ക തിരിച്ചടിക്കാൻ തീരുമാനിച്ചത്. 2023 ഒക്ടോബർ മുതൽ 2024 മാർച്ച് വരെ 60 കപ്പലുകളാണ് ഹൂതികൾ ആക്രമിച്ചത്. ഹൂതികളുടെ കടൽ കൊള്ളയ്ക്കും ഭീകരതയ്ക്കും അതിക്രമങ്ങൾക്കുമെതിരെയാണ് നിലപാടെടുക്കുന്നതെന്ന് ട്രംപ് അറിയിച്ചിരുന്നു. ഹൂതികൾ അമേരിക്കക്കാർക്കും മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ഡ്രോണുകൾക്കുമെതിരെ നിഷ്ഠൂരമായ ആക്രമണം നടത്തുകയാണെന്നാണ് ട്രംപിന്റെ വാദം. അതേസമയം അമേരിക്കയുടെ എല്ലാ സൈനിക പ്രവർത്തനങ്ങളും നിർത്തിവയ്ക്കാൻ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. അറബ് ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാഷ്ട്രമായ യമനിലെ മാനുഷിക സാഹചര്യത്തിന് ഗുരുതരമായ അപകട സാധ്യതകളാണ് ഇതിലൂടെ ഉണ്ടാകുകയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. US വിമാനങ്ങൾക്ക് നേരെ മിസൈലുകൾ തൊടുത്തുവിടുകയും US സൈനികരെയും സഖ്യകക്ഷികളെയും ലക്ഷ്യം വയ്ക്കുകയും ചെയ്തിരുന്നു. ഇറാന്റെ ധനസഹായത്തോടെയാണ് ഹൂതികളുടെ പ്രവർത്തനം. നിരന്തരമായ ഈ ആക്രമണങ്ങൾ US-നും ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ നഷ്ടങ്ങളാണ് വരുത്തിവെച്ചതെന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണം അനുവദിക്കില്ലെന്നും ട്രംപ് കുറിച്ചു. അമേരിക്കയിലെ സൈനികർ ഇപ്പോൾ തീവ്രവാദികളുടെ താവളങ്ങളിൽ വ്യോമാക്രമണം നടത്തുകയാണ്. അമേരിക്കൻ കപ്പൽ, വ്യോമ, നാവിക ആസ്തികളെ സംരക്ഷിക്കുന്നതിനും നാവിഗേഷൻ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് ഇതെന്നും ട്രംപ് അറിയിച്ചു. എല്ലാ ഹൂതി ഭീകരന്മാരുടെയും സമയം അവസാനിച്ചു. നിങ്ങളുടെ ആക്രമണങ്ങൾ ഇന്നു മുതൽ അവസാനിപ്പിക്കണമെന്നും ട്രംപ് കുറിച്ചു. ഹൂതി ഭീകരർക്കുള്ള പിന്തുണ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഇറാനും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം അമേരിക്കയുടെ ആക്രമണത്തിന് ഉടൻ തന്നെ തിരിച്ചടിയുണ്ടാകുമെന്ന് ഹൂതികളും പ്രതികരിച്ചു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പതാകയേന്തിയ കപ്പലുകളെ ലക്ഷ്യമിടുമെന്നും ഹൂതികളുടെ നേതാവായ അബ്ദുൾ മാലിക് അൽ ഹൂതി അറിയിച്ചു. ഗാസയിലേക്ക് അവശ്യവസ്തുക്കൾ കടത്തിവിടുന്നത് തടഞ്ഞ ഇസ്രയേലിന്റെ കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഹൂതികൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ ഇസ്രയേലി കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തി. ഗാസയിലേക്ക് അവശ്യവസ്തുക്കൾ കടത്തിവിട്ടില്ലെങ്കിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് അബ്ദുൾ മാലിക് അൽ ഹൂതി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു.